നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കാര്യം അറിയായിരിക്കും. അറിയാത്തവർക്കാണ് ഞാൻ പറയാം. ശരിക്കും ഇതൊരു കല്യാണ റിസപ്ഷൻ നടക്കേണ്ട ഹോളാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ കോമിക് ദീപക് മോഹൻ്റെ കല്യാണമായിരുന്നു. കല്യാണം നടക്കേണ്ട ഹോളായിരുന്നു. കല്യാണം മുടങ്ങിപ്പോയി. അതുകൊണ്ട് ആറ്റുകാൽ രാമകൃഷ്ണൻ കുറിച്ചെന്ന ആ സമയത്ത് ഞങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി നടത്തുകയാണ്. പക്ഷേ ഇത് നടത്തേണ്ടി വന്നത് ഈ ഷോർട്ട് ടൈമിൽ നമുക്ക് ട്രിവാൻഡ്രം ക്ലബ്ബ് പോലെ സ്ഥലത്ത് ഈ ഒരു വലിയ ഷോ സഹിക്കേണ്ടി വന്നതിൻ്റെ മെയിൻ കാരണക്കാരൻ ദീപക് മോഹൻ. ആ കല്യാണ ചെറുക്കനെ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക, എന്ന് റെഡി ആയിട്ടുണ്ട്. എന്താ നമുക്ക് അദ്ദേഹത്തെ കാണാം. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും ആശീർവാദവും തേടാൻ അദ്ദേഹം വരികയാണ്. ലെറ്റ്സ് വെൽക്കം, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം മിസ്റ്റർ ദീപക് മോഹൻ. ഞങ്ങൾ വളരെ ക്രീഷ ആൻഡ് ക്രിഞ്ചായിട്ടുള്ള പരിപാടി ചെയ്യാൻ പോവുകയാണ്. ഒരാളുടെ പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയോടായിരിക്കാം. പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. പ്രണയമൊക്കെ നമുക്ക് പാഷൻ, നമ്മുടെ പ്രൊഫഷനോടാവാം. അങ്ങനെ ഞങ്ങളുടെയൊക്കെ പ്രണയം, എൻ്റെ അല്ല, എൻ്റെ പ്രണയം 4ാം റോയിലിരിക്കുന്ന ചിഞ്ചു, 6ാം റോയിലിരിക്കുന്ന മഞ്ജു, 8ാം റോയിലിരിക്കുന്ന ആരതി, എല്ലാവരും നിങ്ങളോട് തന്നെയാണ്. പക്ഷേ ദീപകിൻ്റെ ലോങ് ടൈം പ്രണയമായിരുന്ന സ്റ്റാൻഡപ്പ് കോമഡിയെ ദീപക് ഈ സമയത്ത് അവരുടെ പേരൻസിൻ്റെ അനുഗ്രഹത്തോടു കൂടി മാലയിടാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും കൈയടിക്കുക. ദീപക്. അതെ, അനീസിന് കിട്ടുന്ന 1 നൈറ്റ് സ്റ്റാൻഡ് ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു 1 മൈക്ക് സ്റ്റാൻഡാണ്. ബാച്ചിലേഴ്സ് ഇൻ ദ ഹൗസ്, ബാച്ചിലേഴ്സ് ഇൻ ദ ഹൗസ്, ഗിവ് മീ എ ചിയർ. കേരളത്തിൽ ഒട്ടും റെസ്പെക്റ്റ് കിട്ടാത്ത ഒരു ജനക്കൂട്ടം എന്ന് പറയുന്ന ബാച്ചിലേഴ്സാണ്. എത്ര ഒരു 2018 കണ്ടിട്ടുണ്ട്? അതെ, 2018 സിനിമയിൽ ബാച്ചിലറായി വന്ന ടൊവീനോ ആണെങ്കിൽ പൈപ്പ് പൊട്ടിച്ച് ബോട്ടുണ്ടാക്കി വീട്ടുകാരെ വികലാംഗരെയൊക്കെ രക്ഷപ്പെട്ട് അവസാനം മുങ്ങി മരിച്ചപ്പോൾ എൻ്റെ അമ്മ കരഞ്ഞു. എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഇനി ആ പെണ്ണിൻ്റെ കല്യാണം നടക്കൂലല്ലോ എന്നാണ്. എൻ്റെ അമ്മ ആദ്യം വന്ന് എൻ്റെ അടുത്ത് അറേഞ്ച്ഡ് മാരേജിനെ പറ്റി പറയുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയും, എനിക്ക് ജാതിയിൽ ബിലീഫില്ല, എനിക്ക് ജാതി ബേസ്ഡ് ആയിട്ട് കല്യാണം കഴിക്കണം താല്പര്യമില്ല എന്ന് പറയുമായിരുന്നു. പിന്നെ 29 വയസ്സായപ്പോൾ അമ്മ ഒരുപാട് നിർബന്ധിച്ചിട്ട് അമ്മ പറഞ്ഞു ഒരു മാട്രിമോണിയൽ പ്രൊഫൈൽ ഉണ്ടാക്കണം. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ശരി, മാട്രിമോണിയൽ പ്രൊഫൈൽ ഉണ്ടാക്കണം. പക്ഷേ ഞാൻ അമ്മയുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, അമ്മ നമ്മൾ മാട്രിമോണിയൽ പ്രൊഫൈൽ ഉണ്ടാക്കുവാണെങ്കിലും കാസ്റ്റ് നോ ബാർ എന്ന് ക്ലിയർ ആയിട്ട് എഴുതണം. അമ്മ മാട്രിമോണിയൽ പ്രൊഫൈൽ ഉണ്ടാക്കി കാസ്റ്റ് നോ ബാർ എന്ന് എഴുതി, പക്ഷേ നായർ മാട്രിമോണിയൽ ആണെന്നേ ഉള്ളൂ. എൻ്റെ അച്ഛന് 2 വീടുണ്ട്. ഒരു വലിയ വീടുണ്ട്, ഒരു ചെറിയ വീടുണ്ട്. ചിന്ന വീട് മൂകാംബികയിലാണ്. അല്ല, എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് ക്രൗഡിലുണ്ട്. അവരാദ്യമായിട്ടാണ് എൻ്റെ സ്റ്റാൻഡപ്പ് കാണുന്നത്. പക്ഷേ ഞാൻ അവരെ ചൂണ്ടിക്കാണിക്കില്ല. കാരണം അവർക്ക് ഈ കല്യാണം മുടങ്ങിയതിൽ വിഷമം കുറച്ചുകൂടെ കൂടുതലാണ്. അവരാണ് ഹാളിൻ്റെ റെൻറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അമ്മ, ഞാനിത് ചിന്ന വീടിൻ്റെ കാര്യം വെറുതെ, ഇത് ആക്ച്വലി ചിന്ന വീട് മൂകാംബിക അതൊരു ജോക്കാണ്, നിങ്ങൾക്കറിയാം. നമ്മൾ ട്രോളിലൊരു റെഫറൻസാണ്. അതായത് നെടുമുടി വേണുവിന് പല സിനിമയിലും മൂകാംബികയിൽ ഒരു ചിന്ന വീടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസിലാണ് ഞാൻ ജോക്ക് അടിച്ചത്. അമ്മയ്ക്കറിയാം അച്ഛൻ്റെ ചിന്ന വീട് കൊച്ചിയിലാണെന്നത്. അല്ല, ചുമ്മാ തമാശ. അതെ, കേരള സൊസൈറ്റിയിൽ പലരും പറയുന്നൊരു സാധനമാണ്, കേരള സൊസൈറ്റി ഭയങ്കര കൾച്ചർഡ് സൊസൈറ്റിയാണ്. കാരണം ഇവിടെ 1% ഡിവേഴ്സ് റേറ്റ് ഉള്ളൂ. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ 99% അവിഹിതം നടക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷോ നടത്താനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കല്യാണം തകർന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല എന്നുള്ളതാണ്. എനിക്ക് ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമും ഇതേപോലെ ഒരു ആർട്ട് ഫോമും സ്റ്റാൻഡപ്പ് കോമഡിയും പിന്നെ ഇതുപോലെ ഒരു റിച്ച് ഡാഡി ഉള്ളതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റി. പക്ഷേ ഇത്രയും നാൾ എൻ്റെ അച്ഛന് ഭയങ്കര വാശിയായിരുന്നു എൻ്റെ സ്റ്റാൻഡപ്പിൽ 10 പൈസ പോലും ചിലവാക്കില്ല എന്നുള്ളത്. അതെ, പലപ്പോഴും എൻ്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ട് ഇതിനാര് കാശിടും, ഇതാര് സ്പോൺസർ ചെയ്യും എന്നുള്ളത്. പക്ഷെ അച്ഛൻ ഇന്നറിയാം, അച്ഛൻ തന്നെയാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. താങ്ക് യു, ദാറ്റ്സ് മൈ ടൈം ഗൈസ്, യു ഹാവ് ബീൻ വണ്ടർഫുൾ. സാധാരണ ഇതുപോലെ പാഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡാഡി കൂളാണെങ്കിൽ എൻ്റെ പാഷൻ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത ഡാഡി ഫൂളായി. അല്ലേ? ഇല്ല, ഞാനത് ആവാൻ സമ്മതിക്കില്ല. ഇത്രയും ടിക്കറ്റ് വിറ്റു, ഇത്രയും സ്പോൺസേഴ്സിനെ മേടിച്ചു,
ഈ ഹാളിൻ്റെ റെൻ്റാണ് 1,10,000 രൂപ. ഇത് 1,10,000 രൂപയുടെ റെൻ്റാണ്, ഒരു ചെക്കാണ്. ഇത് ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കാൻ പോവുകയാണ്. അങ്കിൾ ആ ചെക്ക് താഴെ വീഴാണ്ട് നോക്കണം, അത് ബൗൺസ് ചെയ്യും.